ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഒരു വെട്ട് കേക്കാട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇത് ഏതൊരു ടൈമിലും ചായൻ്റെ കൂടാന്നുണ്ടെങ്കിലും അല്ലാതെ എന്നുണ്ടെങ്കിലും വളരെ ഈസിയും അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 3 മുട്ട, 4 ഏലക്കായ്, 1.5 കപ്പ് പഞ്ചസാര ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 3 മിനിറ്റോളം ഇതൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ടേബിൾ സ്പൂൺ റവ, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുട്ടയുടെ മിക്സിൽ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ അഡീഷണൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതിൽ മുട്ട വെച്ചിട്ട് തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഒന്ന് മാവ് കുഴച്ചെടുക്കുമല്ലോ, അതിൻ്റെ മാതിരി ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ അത് ലൂസായിട്ട് വരുമ്പം കുറച്ചുകൂടി മൈദ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാക്കണ നമ്മളെല്ലാം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം ഇതാക്കണം നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ പീസാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവിലായിട്ട് 2 ഭാഗത്തുനിന്നും കൂടി 2 വെട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനെക്കാട്ടും ചെറിയ കേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ പീസാക്കിയത് ഒന്നുകൂടി ഒന്ന് ചെറുതാക്കിയിട്ട് മുറിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ ഇത് ഇട്ടതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിടാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇത് 2 ഭാഗം ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇത് ചൂടോടെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളൊന്നും അത്ര വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ ഇത് ചായ ഉണ്ടായാലും ചായ ഇല്ലെങ്കിലും ഒക്കെ ഇതിൻ്റെ ടേസ്റ്റ് കണക്ക് തന്നെയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ചായക്കടയിൽ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്. അതുപോലെ തന്നെ അധികവും ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, എല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമെയിലൊക്കെ അയച്ചു തന്നാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ.